കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ഒരു വിഷയം, പുതിയ വാഹനത്തിൽ കയറുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് എൻ്റെ ഇന്നത്തെ വിഷയം. പുതിയ വാഹനത്തിൽ കയറുവാൻ നല്ല നക്ഷത്രവും രാശിയും നോക്കുന്നത് വളരെ ഉത്തമമാണ്. പുതിയ വാഹനങ്ങളിൽ കയറുന്നവർ നല്ല നക്ഷത്രവും രാശിയും നോക്കണം, നല്ലതാണ്. എന്താണെന്നറിയാം, ചില നക്ഷത്രങ്ങൾ ചില കാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല. ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. അപ്പം ആ നക്ഷത്രങ്ങളാണ് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പലരും അത് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ ശുഭ നക്ഷത്രങ്ങളാണെങ്കിൽ തന്നെയും ചില നക്ഷത്രങ്ങൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഇവിടെ വാഹനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ മോട്ടോർ വാഹനമായത്. പണ്ട് കാലത്ത് ആന, കുതിര ഇതൊക്കെ വാഹനങ്ങളായിരുന്നു ഇല്ലേ, പണ്ടത്തെ കാലത്ത്. ഇപ്പം പിൽക്കാലത്തല്ലേ മോട്ടോർ വാഹനങ്ങൾ വന്നത്. അപ്പം മോട്ടോർ വാഹനമായാലും എന്ത് വാഹനമായാലും അതിൽ കയറുന്നതിന് വേണ്ടി ചില നക്ഷത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൂടാണ്ട് ചില സമയവും നമ്മൾ കുറിക്കണം അല്ലേ. എന്നാലും മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഗുണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടാവും. ചില വണ്ടി എടുത്ത് അധികം താമസിയാതെ ചെന്ന് അത് അപകടത്തിൽപ്പെടുന്നത് നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, കണ്ടിട്ടുണ്ട് ഇല്ലേ. പുത്തൻ വണ്ടിയായിരിക്കും, എവിടെയെങ്കിലും റോഡിൽ ഇടിച്ച് കിടക്കണതാണ്. പുത്തൻ വണ്ടിയായിരിക്കും, എത്രയോ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ. അപ്പം ഇതൊക്കെ ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർക്ക് ദക്ഷിണ കിട്ടാനും ജ്യോത്സ്യന്മാരെ സമീപിക്കാനും വേണ്ടി പറയുന്ന കാര്യമല്ല. ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം ഈ നക്ഷത്രങ്ങളിൽ ചെന്ന് പറ്റാത്ത ചില നക്ഷത്രങ്ങളിൽ ചെന്ന് വാഹനം വാങ്ങി അതിൻ്റെ താക്കോല് മേടിച്ച് വണ്ടി ഓടിച്ചാൽ നമുക്ക് ചില ദുരാനുഭവങ്ങൾ ഉണ്ടാവും ഇല്ലേ. ആ വാഹനം ചിലപ്പോൾ നമ്മുടെ ആയുസ് തന്നെ എടുത്തെന്ന് വരും. നമ്മുടെ വാഹനം കാശ് കൊടുത്ത് മേടിച്ച വാഹനം തന്നെ നമ്മുടെ ആയുസ് എടുത്തെന്ന് വരും, അപകടങ്ങളിൽ ചെന്ന് ചാടും. ഇത് പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പറയുന്നവർ പറയട്ടെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർ ഒരു നല്ല സമയം കുറിക്കണം. അതേപോലെ തന്നെ നല്ല ഒരു നക്ഷത്രം, ആ സമയം കുറിക്കുമ്പോൾ ഒരു നല്ല നക്ഷത്രം കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ആ ജ്യോത്സ്യന് ഒരു ദക്ഷിണ കൊടുത്തിട്ട് ഒരു നല്ല മുഹൂർത്തം കുറിച്ച് മേടിക്കണം. എന്നാലും മാത്രമേ ആ സമയത്ത് ചാവി താക്കോലി മേടിച്ച് ആ പുതിയ വണ്ടിയിൽ കയറാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത്ര മതി. അല്ലാണ്ട് വിശ്വാസം അതായത് നിരീശ്വരനാണെങ്കിൽ അവൻ പോയി വണ്ടി എടുത്തോട്ടെ, എന്നിട്ട് വരുന്ന കാര്യങ്ങൾ അവന് അനുഭവിച്ചോട്ടെ. അതിന് നമുക്കൊന്നും പറയാനില്ല. കാരണം അതവൻ്റെ കർമ്മദോഷമാണ്, അതവൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു പുതിയ വാഹനം മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പുതിയ വാഹനം വാങ്ങുന്നവർ ഇത് നോക്കാൻ ജ്യോത്സ്യന്മാരെ കാണണം. അതാണ്. കേരളീയർ ഇത് നോക്കുമെങ്കിലും എന്നാൽ ആഘോഷിക്കില്ല. ഇപ്പം കേരളീയരാണ് കൂടുതലും ഇതുപോലെയുള്ള കേരളീയരെ വാഹനം വാങ്ങാനായിട്ട് മുഹൂർത്തം നോക്കും. എന്നാൽ ഇത് ആഘോഷമാക്കി മാറ്റുന്നവർ കേരളീയരല്ല, അത് പുറത്തുള്ളവരാണ്. എന്നാൽ തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ വാഹനങ്ങൾ പുറത്തിറക്കുന്നത് അവർക്ക് വലിയ ആഘോഷമാണ്. പുതിയ വാഹനങ്ങളിൽ കയറാൻ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അതിൻ്റെ അകത്ത് ഇല്ലേ. നമ്മളിപ്പോൾ തമിഴമ്മ ലോറിയും പാണ്ടി ലോറി, ആ മറ്റേ ലോറി, ഈ മഹാരാഷ്ട്ര ലോറി, ആ വാഹനം, വലിയ വാഹനം, ഇതൊക്കെ വരുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്തതെന്ന് അവിടെ നിന്ന് അതിന് കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കെട്ടി തൂക്കിയിടുന്നത്. നാരങ്ങ, വേളിമുഖം,
പിന്നെ അതേപോലെ തന്നെ പൂമാല, വാഴ, ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെയാണ് അവർ. അതുപോലെ ദുർഗാപൂജക്കും വാഹനപൂജ ദിവസങ്ങളൊക്കെ ഇതുപോലെ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ കേരളീയർ അത്രയൊന്നും അവർ നോക്കാറില്ല. അവർക്കത് അത്ര വലിയ ആഘോഷമൊന്നുമല്ല. മറ്റ് സംസ്ഥാനക്കാർക്ക് ഈ പുതിയ വാഹനത്തിൽ കയറുന്നത് ഭയങ്കര ആഘോഷമാണ്. ഒരു വാഹനം വാങ്ങുന്നത് അവരെൻ്റെ അത് ശരിയല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പിന്നെ ആ വാഹനം എന്നും നമ്മളോടൊപ്പം കൂടെ നമ്മുടെ സന്തത സഹചാരിയായിട്ട് വരേണ്ടതാണ് ആ വാഹനം, ഇല്ലേ? ഒരു സ്കൂട്ടറാണെങ്കിൽ, എന്തിനും ഒരു സൈക്കിളാണെങ്കിൽ പോലും എന്നും നമ്മൾ അതിൻ്റെ അകത്ത് പുറത്ത് കയറി യാത്ര ചെയ്യണം, ഇല്ലേ? വാഹനമാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറിയിരുന്നു വാഹനം. അപ്പം തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയാണ്, നമ്മുടെ സ്വന്തം സഹചാരിയായിട്ട് മാറിയാണ്, ഇല്ലേ? അപ്പം അതിനെ നമ്മൾ നല്ല സമയം കുറിച്ച് വാങ്ങണം അതിന് വേണ്ടി. അപ്പോൾ അതിന് പറ്റിയ ദിവസങ്ങൾ ഏതാണ് അത് ഞാൻ പറയാം. ഇനിയിപ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഇനി നല്ല മുഹൂർത്തം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ജ്യോത്സ്യൻ്റെ അടുത്ത് തന്നെ പോകണം. അല്ലാത്തവർക്ക് ഞാൻ പറയാം, ആ പുതിയ വാഹനത്തിൽ കയറാൻ പറ്റിയ നക്ഷത്രങ്ങൾ ഇതാണ്: അശ്വതി, രോഹിണി, പുണർദം, മകം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങൾ പുതിയ വാഹനത്തിൽ കയറാം. അശ്വതി, രോഹിണി, പുണർദം, മകം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി, രേവതി. ഇത്രയും നക്ഷത്രങ്ങൾ പുതിയ വാഹനങ്ങളിൽ കയറാൻ പറ്റിയ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളും ദ്വിതീയ, തൃതീയ, പഞ്ചമി, സപ്തമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, പൗർണമി, ഈ പക്കങ്ങളും നക്ഷത്രങ്ങൾ മാത്രമല്ല, ഈ പക്കങ്ങളും ഇടവം, മിഥുനം, ചിങ്ങം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം. അതായത് ഇടവം, മിഥുനം, ചിങ്ങം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം. ഈ രാശികളും കൊള്ളാവുന്നതാണ്. രാശി എന്ന് പറഞ്ഞത് നമ്മൾ മുഹൂർത്തം നിശ്ചയിക്കുമ്പോഴുള്ള ലഗ്നരാശിയാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? നമ്മൾ അതിൻ്റെ അകത്ത് കയറാനായിട്ട് താക്കോല് വാങ്ങാനായിട്ടുള്ള ആ രാശിയാണ്. ആ രാശിനെയാണ് ലഗ്നരാശി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലഗ്നരാശി ഇടവം, മിഥുനം, ചിങ്ങം, കന്നി, വൃശ്ചികം, മകരമില്ല, കുംഭം, മീനം. ഈ രാശികളും കൊള്ളാം. ഇതിൽ ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം ഇവ സ്ഥിരരാശികളാണ്. അതുകൊണ്ട് അതായത് രാശികൾ സ്ഥിരരാശികളുണ്ട്, ചരരാശികളുണ്ട്, അതേപോലെ തന്നെ ഉഭയരാശികളുണ്ട്. അതായത് ഈ സ്ഥിരരാശികൾ എപ്പോഴും ഈ നമുക്ക് സ്ഥിരമായി നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനെ സ്ഥിരരാശിയിൽ വാങ്ങണം. ഇത് നമ്മൾ ഓട്ടത്തിലാണ് അല്ലെങ്കിൽ വേറെ അല്ലെങ്കിലും ആണ് ചരരാശിയിലാണ്, അതായത് കൈമറിഞ്ഞൊക്കെ പോകേണ്ടതാണ് ഉള്ള വസ്തുവാണെങ്കിൽ അതിനെ ചരരാശിയിലാണ് വാങ്ങേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഉഭയരാശികൾ, ഇത് രണ്ടിലും കൊള്ളാവുന്ന രാശിയാണ്, രണ്ടിലും ഉപയോഗിക്കാം, സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ പപ്പാതിയാണ് അതിൻ്റെ ഫലം, ഉഭയരാശികൾ. അപ്പോൾ വാഹനമൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും അത് സ്ഥിരരാശിയിൽ വാങ്ങണം. കാരണം അത് നമ്മൾ എപ്പോഴും വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതല്ലല്ലോ. പിന്നെ കൈമറിഞ്ഞ് പോകണ താല്പര്യം വാഹന കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവർ ചരരാശിയിൽ വാങ്ങിയാൽ മതി. അപ്പോൾ അവരിന്ന് കൈമറിഞ്ഞ് പോകും പെട്ടെന്ന്. അപ്പം നമ്മുടെ കൂടെ എപ്പോഴും ആ വാഹനം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്ഥിരരാശിയിൽ വാങ്ങണം. ഇപ്പം ഈ ഒട്ടുമിക്ക മുഹൂർത്തങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ വിവാഹം സ്ഥിരരാശി ആയിരിക്കണം, ഒരു പരതാമസം സ്ഥിരരാശി ആയിരിക്കണം, മനസ്സിലായോ? പിന്നെ ഗ്രഹാരംഭം, കല്ലിടലി, പിന്നെ അതേപോലെ തന്നെ ചോറൂണ്, പിന്നെ നൂലുകെട്ട്, ഇങ്ങനെയുള്ളതൊക്കെ സ്ഥിരരാശിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഇനി സ്ഥിരരാശി കിട്ടിയില്ലെങ്കിൽ മറ്റേ ഇതെടുക്കുക, ഉഭയരാശി എടുക്കുക, കുഴപ്പമില്ല എടുക്കുക. എന്നാൽ ചരരാശി എടുക്കരുത്. ചരരാശി എന്തിനു വേണ്ടി എടുക്കുക? അപ്പം യാത്രക്ക് ഒരു ഈ മറ്റേ മുഹൂർത്തം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചരരാശി എടുക്കാം, കുഴപ്പമില്ല. പിന്നെ ക്രയവിക്രയം ചെയ്ത് പോകണം, കൈമറിഞ്ഞ് പോകേണ്ട വല്ല കാര്യമാണെങ്കിൽ അത് ചരരാശി എടുക്കാം. അത് ചരിക്കുന്നതാണ്, ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശിയാണ് ചരരാശി. അപ്പോൾ അത് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ വാഹനങ്ങൾ വാങ്ങുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എന്തിനാണെന്ന് പറയുന്നത്, നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന വാഹനങ്ങളാണ്. അത് നമ്മൾക്ക് എന്നും മുതൽക്കൂട്ടായിട്ടിരിക്കണ്ടേ?
അതിനു വേണ്ടി ഞങ്ങൾ പറയുന്ന ജ്യോത്സ്യന്മാർ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് ഒരു നല്ല സമയം നോക്കി, നല്ല മുഹൂർത്തം നോക്കി നിങ്ങൾ വാങ്ങണം. നല്ല നക്ഷത്രം നോക്കി വാങ്ങണം. അതിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം നോക്കാം, അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് സമീപിക്കാം. വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.